ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണോ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ ഉണ്ടായിരുന്നു. ടോട്ടലി അതിനെക്കുറിച്ച് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് കേട്ടോ. ഇൻ്റർവ്യൂ കോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എത്രത്തോളം ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കെയർ എന്താണ്, ഞാൻ എന്താണെന്ന് കറക്റ്റ് അറിയാം. അപ്പോൾ അത്രയും സ്പെഷ്യൽ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബിലോട്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജോയിനേഴ്സിനെയാണ് ആവശ്യം. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമില്ല, ഞാൻ സൺഡേ ആണ് ഇൻഡീഡിനകത്താണ് ഞാൻ ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ജോബ് സീക്കിംഗ് ആപ്പ് എന്നുള്ളത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇൻഡീഡാണെന്ന് ഞാൻ എപ്പോഴും പറയാവുന്നൊരു കാര്യമാണ്. ഞാൻ സൺഡേ ആണ് ഞാൻ ആ ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നാണ് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണലായിട്ടാണ്, നിങ്ങൾക്കും അറിയാമല്ലോ. അതായത് മെഡിക്കൽ കോഡിങ് കഴിഞ്ഞിട്ട് മെഡിക്കൽ ബില്ലർ എന്നുള്ളൊരു പോസ്റ്റിലാണ് ഞാനിപ്പോൾ 2 years ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ഇൻഫോ പാർക്കിനകത്താണ്. അപ്പോൾ ഞാൻ സൺഡേ ജോബിന് അപ്ലൈ ചെയ്തു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജോബിനൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട് വെറുതെ. ഞാൻ ചിലപ്പോൾ കറൻ്റ്ലി വർക്കിംഗ് ആണെങ്കിലും ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ഇൻ്റർവ്യൂവിന് നമ്മൾ ചെന്നിരിക്കുന്ന സമയത്ത് അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ആ ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ എന്താണ് അപ് ടു ഡേറ്റ് ആയിരിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 year ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിനായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവില്ല. മീൻസ് ആ ഒരു ഇൻ്റർവ്യൂവിനായിട്ടൊരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താവും, വീണ്ടും ഒരു ടെൻഷനും പേടിയും ഫിയറൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. ചില ഇൻ്റർവ്യൂ കോൾസ് എനിക്ക് വരാറുണ്ട്, ചിലത് റിജക്റ്റായി പോകാറുണ്ട്, എന്നെ സെലക്ട് ചെയ്യാത്തൊരവസ്ഥയൊക്കെ എനിക്കുണ്ട് കേട്ടോ. എല്ലാതും സെലക്റ്റഡ് ആവുന്നില്ലല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് വന്നിട്ടുള്ള ഇൻ്റർവ്യൂ കോളിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ സൺഡേ ജോബിന് അപ്ലൈ ചെയ്തു. ഇന്ന് എനിക്ക് കോൾ വന്നു. വൈറ്റിലയിലുള്ള സുഗിനോ എന്ന് പറയുന്നൊരു ഹെൽത്ത് കെയർ എന്നാണ് എന്നെ കോൾ ചെയ്തിട്ടുണ്ടായത് കേട്ടോ. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല സുഗിനേനെ കുറിച്ചിട്ട്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇൻ്റർവ്യൂ കോൾ വന്നപ്പോൾ എന്നെ HR മാനേജറാണ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുടെ പേര് രാഹുൽ എന്നാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാനൊരു മെഡിക്കൽ ബില്ലറായിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ ചെയ്യുന്ന പ്രോസസ്സും അവരുടെ പ്രോസസ്സും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. മനസ്സിലായോ? ഞാൻ ചെയ്യുന്നത് മെഡിക്കൽ കോഡഡ് ആയിട്ടുള്ള ഡാറ്റാസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ബില്ല് ചെയ്തിട്ട് ഞാൻ ക്ലയൻസിന് കൊടുക്കുന്നു. ഹെൽത്ത് പ്രൊഫഷണൽസിന് കൊടുക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും, ആ ഒരു ക്ലെയിം ബില്ല് ചെയ്തിട്ട് എടുത്തിട്ട് അവർക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുകയാണ് ഞാൻ ചെയ്യാറുള്ള ജോലി. ഇവിടെ എന്ന് പറയുമ്പോൾ BBA BCom ഒക്കെ കഴിഞ്ഞിട്ടുള്ള പിള്ളേരുണ്ടാവില്ലേ, അവർ ചെയ്യുന്ന ബില്ലിംഗ് ആണ് ടോട്ടലി പറയുമ്പോൾ ഈ ഒരു ജോബ് വരുന്നത്. ഓക്കെ, അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാനൊരു BA ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഇവർ എടുത്തിട്ടുള്ളത് എങ്ങനെയാണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവിടെ എന്താ പറയുക, കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. അതായത് ബില്ലിങ് പ്ലസ് ഈ ഹെൽത്ത് കെയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, മീൻസ് ഈ ഹോം കെയർ, അതുപോലെ തന്നെ കുറച്ച് ഫോളോ അപ്പിനൊക്കെ വേണ്ടി വരുന്ന ആൾക്കാർ, ഈ തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനത്തെ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇവരുടെ അടുത്തുണ്ടായിരിക്കും. അപ്പോൾ ഇവരുടെ ഒരു 4 floor ആണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയി സംസാരിക്കുക കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. പക്ഷെ നമ്മുടെ ജോബ് അതല്ല, നമ്മുടെ ബില്ലിങ് മാത്രം നമ്മൾ ചെയ്യുന്നത്. ഭയങ്കര കുറച്ച് ടൈം മാത്രമേ നമുക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോയി ജസ്റ്റ് സംസാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് സംസാരിക്കണം. ചില ആൾക്കാർ ചിലപ്പോൾ പേയ്മെൻറ്റ് തരില്ല, അവർക്ക് എന്താ പറയുക, കുറേ ഇഷ്യൂസിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് പറഞ്ഞിട്ട് ചില ആൾക്കാർ ബില്ല് ചെയ്യില്ലല്ലോ. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ഡീൽ ചെയ്ത് കൊടുക്കുക, നമ്മൾ ബില്ല് ചെയ്യുക. ബില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അന്നുള്ള ആ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യണം ഗൈസ്. ഇതാണ് ജോബ് വരുന്നത്. ഇത്രയുള്ളൂ ജോബ്. നൈറ്റ് ഷിഫ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു മാനേജർക്ക് പറയാം ഇതൊരു ബില്ലിംഗ് പ്രോസസ്സാന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഏതൊരു കാൻഡിഡേറ്റിനാണ് എന്നെ കൊണ്ടുപോകാം. പക്ഷേ ഈ ഒരു HR മാനേജർ ചെയ്തിട്ടുള്ളത് ആ ജോലി എന്താണെന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ആള് പറഞ്ഞിട്ടുണ്ട് അതൊരു BA അല്ലെങ്കിൽ BA അല്ല BCom BBA കഴിഞ്ഞുള്ള ആൾക്കാർക്കുള്ളൊരു വർക്കാണ്. പക്ഷേ എൻ്റെ ഒരു പ്രൊഫൈൽ കണ്ടിട്ട് ഇഷ്ടമായിട്ടാണ് ആള് എന്നെ വിളിച്ചിട്ടുള്ളത്. ഒരു 60ഓളം CVs ആണ് അവർ സോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്ന് എന്നെ ചൂസ് ചെയ്തിട്ട് ആൾ വിളിച്ചു, സംസാരിച്ചു, A to Z ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ബില്ലിംഗ് ആണെങ്കിൽ മാത്രം 1 കൊല്ലം അല്ലെങ്കിൽ 1.5 കൊല്ലം നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ പറയാറുണ്ടല്ലോ, എപ്പോഴും നല്ല കോൺഫിഡൻറ്റിലാണ് ഞാൻ സംസാരിക്കുക. അപ്പോൾ ആളിനോട് പറഞ്ഞു
എന്താ പറയുക നിങ്ങൾക്കൊരു PG എടുത്തുകൂടെ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കരിയറിനെ കുറിച്ചും എന്നെക്കുറിച്ചും വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു PGയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. കാരണം വെറുതെ ഒരു PG എടുത്തിട്ട് സമയം കളയണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആൾക്ക് ഏകദേശം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെക്കുറിച്ചിട്ട് കറക്റ്റ് മനസ്സിലാവുമല്ലോ. അങ്ങനെ ആൾ പറഞ്ഞു ഇയാൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, അപ്പോൾ നമുക്ക് വേണ്ട പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ചെയ്യാമല്ലോ, പ്രോസസ്സും കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, പ്രൊസീജിയേഴ്സ് എന്നൊക്കെ വായിൽ വരുന്നേ അങ്ങനെ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മൾ സാലറി പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫ്രഷേഴ്സിന് ഒരു BBA BCom കഴിഞ്ഞിരിക്കുന്ന ആൾക്ക് ഫ്രഷറായിട്ട് വരുമ്പോൾ ഒരു 18K എബവ് അല്ലെങ്കിൽ 60K എബവ് ആണ്. 20ക്ക് താഴെയും ഒരു 60 അല്ലെങ്കിൽ ഒരു 80 എബോ ആ ഒരു രീതിയിലാണ് ഫ്രഷേഴ്സിന് സാലറി കൊടുക്കുന്നത്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനാണെങ്കിൽ 25 അല്ലെങ്കിൽ 26 എബോ 26 20 ഒരു മിഡിലായിട്ടാണ് അവർ കൊടുക്കുന്നത്, എമൗണ്ട് കൊടുക്കുന്നത്. ജസ്റ്റ് 6 months എക്സ്പീരിയൻസ് ആണെങ്കിൽ മതി. ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനാണ് അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞു കേട്ടോ. ഇതിപ്പോൾ പറയാൻ കാരണം ആൾ നല്ല വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ചില ആൾക്കാരുണ്ട് ഇതൊന്നും പറയാതെ. ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ എൻ്റെ സെക്കൻഡ് കമ്പനി എന്ന് പറയാം, അത് ഇൻഫോ പാർക്കിനകത്ത് ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണെന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ. അത് വേറെ കാര്യം. അവർ പറഞ്ഞിട്ടുള്ളത് മെഡിക്കൽ കോഡിങ് വാക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ മെഡിക്കൽ കോഡേഴ്സിനെടുത്തു, സർട്ടിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ കോഡേഴ്സിനെടുത്തു. അത് 3-4 ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ട് എടുത്തിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇവരെ കൊണ്ട് ചെയ്യിക്കുന്ന എക്സ്ട്രീംലി വേറൊരു പ്രോസസ്സാണ് ഗൈസ്. അത് നിങ്ങൾ മനസ്സിലാക്കാം. കോഡർ എന്ന് പറഞ്ഞ് കയറിയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് വേറൊരു പ്രോസസ്സാണ്. അപ്പോൾ അതിനുള്ള ബുദ്ധിമുട്ടും കാരണമൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള പോസ്റ്റ് പറയുമ്പോൾ IP ബില്ലിംഗ് എക്സിക്യൂട്ടീവ് എന്നാണ് ഇന്ത്യയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇന്ന് വന്ന ഇൻ്റർവ്യൂ കോളിൽ. അപ്പോൾ എൻ്റെ ഒരു CV മാച്ചാണ്. എന്താണ് IP ബില്ലിംഗ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ബില്ലിംഗ് പ്രോസസ്സാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇയാൾ വ്യക്തമായിട്ട് പറഞ്ഞു താൻ ചെയ്തിട്ടുള്ള വർക്കല്ല ഇവിടെ വരുന്നത്, ഇവിടെ നമ്മൾ നോർമൽ ബില്ലിങ്ങും കാര്യങ്ങളാണ് വരുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ പ്രീവിയസ് കമ്പനിയും ഈ കമ്പനിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്ന് മനസ്സിലായി, അപ്രോച്ച് ചെയ്യുന്ന രീതിക്ക്. ഓക്കെ, എൻ്റെ സെക്കൻഡ് കമ്പനിയിൽ ഇതേപോലെ മെഡിക്കൽ കോഡേഴ്സിന് എടുത്തിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായത് എന്താണെന്നറിയോ, കോഡിങ് പ്രോസസ്സ് വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, കോഡിങ് പ്രോസസ്സ് വരും, വെയിറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് അവിടെ കോഡേഴ്സിനെ ഇങ്ങനെ വലിച്ച് നീട്ടി കൊണ്ടുപോയിട്ടുള്ള ഒരവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കോഡേഴ്സ് കിടന്ന് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ജോബിനോട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഡീഡിനകത്ത് പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക BCom BBA കഴിഞ്ഞ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഈ ജോബിലോട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. വൈറ്റിലേക്കകത്താണ് സുഗിനോ പറഞ്ഞിട്ടുള്ളൊരു ഹെൽത്ത് കെയർ ലാണ് ഈ ഒരു വാക്കൻസി വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറയുക എനിക്ക് നല്ലൊരു ആളായിട്ട് തോന്നി. എനിക്ക് പേഴ്സണലായിട്ടൊന്നും അറിയില്ല, അത് വിളിച്ച് സംസാരിച്ച് കാരണം ഇൻ്റർവ്യൂസും കാരണം കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തോന്നി. പക്ഷേ ഞാൻ ഈ ജോലിക്ക് പോകണില്ല, അത് വേറെ കാര്യം. ഞാനത് ഇൻ്റർവ്യൂ കോൾ റിജക്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആളുടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പേഴ്സണൽ റീസൺസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എൻ്റേതായ രീതിയിൽ എനിക്ക് ഒരു വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് തന്നെ നാളെ എന്ത് ചെയ്യണം, മറ്റന്ന് എന്ത് ചെയ്യണം, അടുത്ത മാസം എന്ത് ചെയ്യണം എന്നുള്ളൊരു വ്യക്തമായ പ്ലാനിങ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു കോൾ ഞാൻ റിജക്റ്റ് ചെയ്തു. എനിക്ക് ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട്. ഇപ്പോൾ കുറച്ച് ഡള്ളായിട്ടിരിക്കുകയാണത്. അതിൻ്റെ അപ്ഡേറ്റ്സ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഷെയർ ചെയ്യും, നിങ്ങളും അറിയണം. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതൊക്കെ ശരിയായി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാവുമ്പോൾ നിങ്ങളുടെ അടുത്ത് അതിൻ്റെ ഷെയർ ചെയ്യും. തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനും ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് വേണ്ടിയിട്ടുള്ള ഇൻ്റർവ്യൂ കോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് വന്നിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഗൈസ്.